മറിക്കണം. സന്തോഷമാണ് ആശാന്. സന്തോഷം നിന്റെ EMI പോലെ അടഞ്ഞു തീർന്നിട്ടില്ല. ഭയങ്കര സന്തോഷം. കിടന്ന് ഉറങ്ങിയാതെയല്ലേ എപ്പോഴും. അടുത്ത ആഴ്ച പറ്റി ഇതുവരെയല്ലേ ശാരദ? വല്ല പെമ്പിളി വള്ളത്തിൽ കെട്ടുണ്ടല്ലോ, കാലിനടിച്ചോടിക്കും. എണ്ണല്ലെന്ന് മീനൊക്കെ ഒരുപാട് വരുന്ന ശാരദ. അത് ചാകര. അതുപോലും അറിയത്തില്ല. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ കടലിലെ ഏറ്റവും വലിയ മീൻ ഏതാണ്? തിമിംഗലം. അത് നിങ്ങളെ ഭാര്യയില്ലേ? അത് സുമംഗല. മീൻ ഏതാ ആശാനെ? അത് കേര. പലിശക്കൊക്കെ കൊടുക്കുന്നത് അത് കോര. ആശാന് വേറെ കാര്യം, നമ്മളെ ഈ കടലിലെ മലയാളം ഒന്നും ഒട്ടും അറിഞ്ഞൂടാത്തൊരു മീനുണ്ട്. അതേത് മീന്? ഡോൾഫിൻ. ആണാ? കേൾക്കുമ്പോ തന്നെ അറിഞ്ഞൂടെ? വിദേശിയാണ്. അച്ഛൻ ഈ ഡോൾഫിൻ എവിടെയാ ജനിച്ചത്? വർക്കല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. എത്ര മണിക്ക്? ഒരു 6 മണിക്ക്. അച്ഛൻ പോയായിരുന്നു? ഞാൻ ബേബി സോപ്പും പൗഡറും വാങ്ങിച്ചോണ്ട് പോയായിരുന്നു. ചോദിച്ചോളൂ, ചുമ്മാ സംശയങ്ങളേ ഉള്ളൂ. എടാ, ഇതിന്റെ മീനിന്റെ കാര്യങ്ങളെല്ലാം നീ പഠിച്ചിരിക്കണം. ഓണ്ട് ആ മീനില്ലേ ഭയങ്കര ജാടയാണ് ആ മീന്. ഏത് മീന്? ആ മീൻ ഷാരൂഖ് ഖാന്റെ കൂടെ ഒക്കെ അഭിനയിച്ച അതിന്റെ പേരുള്ള മീൻ. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും. അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്. മറ്റെല്ലാം ചുമ്മാ. ഇതിന്റെ പേരുള്ള മീനാ? ഇപ്പൊ പേര് മാറ്റിയത് മനീഷ കൊടിയാള. പിന്നെ ആശാനെ, ഈ മീനൊക്കെ എങ്ങനെയാണ് പ്രസവിക്കുന്ന? മീന് പ്രസവിക്കൂല, മുട്ടയിടും. മുട്ടയിട്ടാണ് കുഞ്ഞുങ്ങൾ വിരിയുന്നത്. അങ്ങനല്ല, മുട്ടയിടാൻ പറ്റൂല കടലില്. മുട്ടയിട്ടാ ഇത് ഒലിച്ചു പോകത്തില്ലേ? അടയിരിക്കണ്ടേ? എങ്ങനെ അടയിരിക്കും? 2 EMI കൂടെ വള്ളത്തിനാണ്, അല്ലെങ്കിൽ മറിക്കായിരുന്നു ഞാൻ. എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കും. ബുദ്ധി വേണ്ടേ? അതാണ് എനിക്കും പറയാനുള്ളത്. കുറച്ചെങ്കിലും വേണ്ടേ? ഇങ്ങനെയാണ് മീൻ പിടിക്കാൻ. കണ്ടാ, നിങ്ങൾ വായി നോക്കിക്കൊണ്ടിരുന്നാ പോരെ. പിടിക്കുന്നതൊക്കെ ഒരു നേക്കുണ്ട്, മനസ്സിലായ? നമ്മളൊരു സൈഡിൽ ഇരുന്നാലും നമ്മൾ മീനിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോണം. അതാണ് നമ്മുടെ രീതി. ഈ മീൻ കണ്ടാ, ഇത് ഞാൻ പിടിച്ചത് എവിടെ നിന്നാണെന്ന് അറിയാമോ? ആ കാണുന്ന ഉൾക്കടലുണ്ടല്ലോ, അവിടെ നിന്നാണ് പിടിച്ചത്. വലിയ സംഭവമാണ്. എടാ അമ്പിളിക്കുട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ മോനെ പഠിപ്പിച്ച് ഈ പണിക്ക് വിടാതെ നല്ലവണ്ണം പഠിപ്പിച്ച് വലിയ ജോലി വാങ്ങിച്ചു കൊടുക്കണം. പഠിപ്പിക്കണം ആശാനെ. പിള്ളേരെയൊക്കെ നമ്മൾ പഠിപ്പിച്ചൊരു നിലയ്ക്ക് എത്തിക്കണം. പക്ഷെ എന്നെ പോലുള്ളവരൊക്കെ ഈ ജോലിക്കൊക്കെ വന്നിട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. എന്ത് കുഴപ്പം? നടക്കൂല. ആശാനെ, നമ്മളെ കുറിച്ച് ആശ എന്താണ് വിചാരിക്കുന്നത്? എന്താണ്? പ്രളയം വന്നപ്പം ആളുകളെ സഹായിച്ചതേ വെളിയിൽ ജട്ടിയിട്ടോട്ട് നടക്കുന്ന സൂപ്പർമാൻ അല്ല. ഈ ജട്ടിയിൽ നിന്ന് ബോട്ട് പിടിച്ചോണ്ട് അന്തസ്സായിട്ട് പഠിക്കുന്ന ഫിഷർമാനാണ് ആശാൻ. 5 ഡയലോഗാണ്. കയ്യടി. ശരി, കയ്യടിച്ച് സന്തോഷമായല്ലേ? അമ്പിളിക്കുട്ടാ, മീൻ പിടിക്കണമെങ്കിൽ അതിന് ശാസ്ത്രീയ വശങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരാളുടെ കൂടെ കൂടിയത് നിന്റെ ഭാഗ്യം. ഈ കടപ്പുറത്ത് ഈ കടലിനെ കുറിച്ച് എല്ലാം അറിയാവുന്ന ആൾ ഒരേ ഒരാളേ ഉള്ളൂ, അത് ഞാനാ. ആണാ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കടലിന് ഇംഗ്ലീഷിന് എന്തോ പറയും? കടലിന് ഇംഗ്ലീഷ് സീ. സി എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ്. കടലിന്റെ ഇംഗ്ലീഷ് ഷീ. അത് പെണ്ണിനല്ലടാ ഷീ എന്ന് പറയണ. ആ കടലും പെണ്ണും ഒരു കണക്കാണ്. നമ്മൾ ഇങ്ങനെ അടങ്ങി ശാന്തമായിട്ട് കിടക്കും. നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിനും കൂടി ചെന്നാലും തിരമാല, കൊടുങ്കാറ്റ്, സുനാമി, ഒരു ബഹളമാണ്. അതുകൊണ്ടാണ് കടലിനെ സ്ത്രീകളോട് ഒന്നിച്ചിരിക്കുന്നത് ഷീ. നിനക്ക് ഈ കടലിന്റെ കാര്യങ്ങൾ അപ്പൊ നിനക്ക് അറിയാല്ലേ? എടാ അമ്പിളിക്കുട്ടാ, നമ്മൾ ഓരോ മീൻ പിടിക്കുമ്പോഴും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം കേട്ടോ. അതായത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കടൽ ശാന്തമായി കിടന്നാൽ നമ്മൾ പേടിക്കണം. കടൽ ശാന്തമായി ഉള്ളുവലിഞ്ഞു കഴിഞ്ഞാൽ കടപ്പുറത്ത് എന്ത് നടക്കും? കടൽക്കാക്ക അടക്കും, ഞണ്ട് അടക്കും, പിന്നെ ഞാനും കാക്ക വരുന്ന പിള്ളേരും തേരാപ്പാര അടക്കും. അതല്ലടാ, വേലിയേറ്റവും വേലിയിറക്കം നടക്കും. കേട്ടിട്ടുണ്ടോ? പിന്നെ കേട്ടിട്ടുണ്ടാന്ന. ഞാൻ ജയിലിൽ കിടന്നിട്ടുള്ളൂ അതിന്റെ പേരില്. ഞങ്ങൾ അവിടുത്തെ സുകുമാരനെ ഞങ്ങളെ പറമ്പിലോട്ട് വേലി ഇറക്കി കെട്ടി. ഞാൻ ചെന്നത് തിരിച്ചിറക്കി കെട്ടി. പിന്നെ രാത്രി അയാൾ പൊളിക്കാത്തോണ്ട് ഞാൻ ചെന്ന് പൊളിച്ചു കളഞ്ഞ് എന്നെ പോലീസ് കൊണ്ട് 2 ദിവസം ജയിലിൽ ഇട്ടു. വേലിയേറ്റവും വേലിയിറക്കം അതല്ലെന്ന് ഞാൻ പറഞ്ഞുതരാൻ ആളല്ല. നീ വിശ്വസിക്കും പോലെ വിശ്വസിച്ചോ, അതാണ് എനിക്ക് നല്ലത്. ഏതെങ്കിലും ഒരു മീനെങ്കിലും ഒന്ന് പിടിച്ച് കാണിക്കണം. ഭയങ്കരമായിട്ട് ബോറടിക്കുന്ന ആശാന്. മുത്തുച്ചിപ്പി ഉണ്ടാ? കടലിന്റെ അടിയിൽ കാണും. വേണ്ട, നനഞ്ഞു പോയ പിന്നെ വായിക്കാൻ കൊള്ളാം. പറഞ്ഞോളൂ. എടാ, ഒരു മീനെങ്കിലും എനിക്കൊന്ന് പിടിച്ച് കാണിച്ചാടാ, എന്നിട്ട് വേണം നിന്നെ ഞാൻ എന്തെങ്കിലും പറയണ്ടേ നാട്ടുകാരുടെ അടുത്ത്. എന്റെ കൂടെ നടന്ന് അമ്പിളിക്കോട്ടെ എല്ലാം പഠിച്ചെന്ന്. അതങ്ങനെ ഒന്നും നടക്കൂല ഇവനെ കൊണ്ട്. നിന്നെടാ ശ്രീലങ്ക കോസ്റ്റ് ഗാർഡ് അറസ്റ്റ് ചെയ്തത്? പിന്നെ അതേ, ഞാൻ ഈ സങ്കടം വന്നപ്പോ വള്ളം എടുത്തോണ്ട് ചുമ്മാ ഇങ്ങനെ ഇറങ്ങി അതിർത്തി വിട്ടുപോയി. അപ്പൊ ശ്രീലങ്കൻ അത് പറഞ്ഞ അവരില്ലേ, അവര് വന്നിട്ട് ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ടെററിസ്റ്റ് ആണേന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയി ആശാന്. നീ എന്താണ് ഉദ്ദേശിച്ചത്? നമ്മൾ ഈ വഴിയൊക്കെ കാണാൻ ഇറങ്ങുമല്ലോ, വിനോദസഞ്ചാരം, ടെററിസ്റ്റ്, ടൂറിസ്റ്റ്. നല്ല വിവരം. പിന്നെ നമ്മളിവിടെ വള്ളപ്പണിക്ക് വരുന്നില്ലേ, ഗ്ലീറ്റസ് മരിച്ചുടാ. അയ്യോ, പിന്നെ ഇയാൾ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. മരിച്ചു ആളാ. ഇവിടെ മരണം നീ അറിഞ്ഞ? ഞാൻ പറഞ്ഞല്ല, നാളെ രാവിലെ സെമിത്തേരിയിൽ വെച്ചാണ് അടക്കം. നീ വരണേ. ഇതാണ് നമ്മളെ നാടിന്റെ കുഴപ്പം. എന്താ സെമിത്തേരിയിലേക്കാണ് അടക്കം. പിന്നെ സെമിത്തേരിയല്ല, പിന്നെ എവിടെ അടക്കും? വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല, അന്തരീക്ഷത്തിലാണ് അടക്കം. അന്തരീക്ഷത്തിലാ? ഞാൻ പേപ്പറിൽ വായിച്ചല്ലോ, അമേരിക്കയിൽ സായിപ്പിന്റെ അടക്കം ശോകമൂകമായ അന്തരീക്ഷത്തിൽ നടന്നു. അന്തരീക്ഷത്തിൽ അടക്കിയെന്നല്ല, എല്ലാരും വിഷമിച്ച് നിന്നപ്പോ ആ ചുറ്റുപാടിൽ അടക്കിയെന്നാണ്. ഒന്നും അറിയത്തില്ല. എന്റെ കൂടെ മാത്തക്കുട്ടിയില്ലേ, അവൻ ഗൾഫിലൊക്കെ പോയി കേട്ടോ, നല്ല കാശായി. അവന്റെ കൂടെയൊക്കെ പോണമായിരുന്നു. എനിക്ക് വല്ല ജോലിയൊക്കെ ഇത് പറ്റൂല, എത്ര നാളെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് എടുത്തിട്ടാണ്.
പിന്നെ മനോരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ മരിച്ചു കഴിഞ്ഞാലേ എന്റെ കണ്ണ് രണ്ടും നീ ദാനം ചെയ്യണം. ആശാന്റെ കണ്ണാ? എന്റെ ഭയങ്കര ആഗ്രഹം. നല്ല കാര്യമാണ് ആശാൻ. പിന്നീട് കാര്യമുണ്ട്, 21 വയസ്സ് കഴിഞ്ഞവർക്ക് ആശാന്റെ കണ്ണ് കൊടുക്കാവൂ. അതെന്ത്? എന്നിട്ട് അവിടെ അടുത്ത് പ്രത്യേകം പറയാൻ വേണം, രാവിലെ 2:90 അടിച്ചാലേ ഈ കണ്ണ് തുറക്കാൻ പറ്റും. ശരിയാണ്, കറക്റ്റാണ്. പിന്നെ വിശന്നിട്ട് വയ്യ മനുഷ്യന്. പെണ്ണുമ്പിള്ള തന്നു വിട്ട അപ്പവും കോഴിക്കറി. അപ്പവും കോഴിക്കറി ഇതൊന്നും കഴിച്ചൂടെന്ന്. ബ്രോയിലർ കോഴിയൊക്കെ വിഷമാണ്. മനുഷ്യൻ വിശന്നിരിക്കുമ്പോൾ എടുത്ത് കളഞ്ഞത് പേടിക്കുന്നു. എന്റെയിലുണ്ട് പുട്ടും താറാവും അപ്പാസും. ഞാൻ കുറെ കഴിച്ചു. ഇത് അങ്ങനത്തെ അല്ല, നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല ഉള്ളിയൊക്കെ അരിഞ്ഞ് തേങ്ങയൊക്കെ ഇങ്ങനെ അമ്പിളിമാവനെ പോലെ കൊത്തി ഒരു സാധനം. പറഞ്ഞു കൊതിപ്പിക്കാവാ. പുട്ടും താറാവും അപ്പാസും എടുക്കാൻ മറന്നുപോയി. എന്തെങ്കിലും ചെയ്തോളും. സത്യം പറഞ്ഞ നീ നേരത്തെ എന്തോ ജോലിയാണ് ചെയ്തിരുന്നത്? ഞാനാ, എനിക്ക് ഒരു ലാബിൽ ജോലി ഉണ്ടായിരുന്നു, കെമിസ്ട്രി ലാബിൽ, സ്കൂളിലാ. അങ്ങനെ ഒരു ദിവസം അവിടെ ഒരു കുപ്പിയിൽ ഒരു സാധനം ഇരുന്നു. ഞാൻ എടുത്ത് മണപ്പിച്ചു നോക്കി. ഒരാഴ്ച ഞാൻ ബോധമില്ലാതെ കിടന്നു. ഒരാഴ്ച? അല്ല, 3 ദിവസം കഴിഞ്ഞപ്പോ എണീച്ചായിരുന്നു. അതാടാ പിന്നെ ഒരാഴ്ച. അതല്ലെന്ന് എന്തെങ്കിലും അറിയാൻ വേണ്ടി പിന്നെ മണപ്പിച്ചു നോക്കി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞാ എണീച്ചത്. ഒരാഴ്ച കഴിഞ്ഞ് അങ്ങോട്ടൊന്ന് പോണം. ഇതിനാണ് അതെന്തെങ്കിലും അറിയണമല്ലോ, നമ്മളെ കൊടുക്കാൻ പാടില്ല. ഇവിടെ പണിക്കൊന്നും വന്നില്ലെങ്കിലേടാ നിന്റെ വീട്ടിലെ ചെലവൊക്കെ എങ്ങനെ നടക്കും? പണിക്ക് വന്നില്ലെങ്കിൽ വീട്ടില് 2 പശുവുമ്പയുണ്ട്. പശുവുമ്പേ പാല് കറന്ന് ഞാൻ വിൽക്കും. പാല് കറന്ന് വിറ്റിട്ട് എനിക്ക് കഷ്ടപ്പാടാണ് ആശാന്. പാല് കറക്കണം, ചാണകം മാരണം, തൊഴുത്ത് വൃത്തിയാക്കണം, പിന്നെ പുല്ലരിയണം, എല്ലാം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കെട്ടിയിട്ടില്ലേ? കെട്ടിയിട്ടാലും അത് അഴിച്ചോണ്ട് പോകും. പെണ്ണ് കെട്ടിയിട്ടില്ലേ? ഇല്ല. കെട്ടണം. അശൂനെ അശൂനല്ല, പെണ്ണിനെ കെട്ടണം. പെണ്ണിനെ കെട്ടണം. അശൂനെ കെട്ടണം. ഒരു മിനിറ്റ്. എന്താ കാണിക്കണത്? എന്തുവാ കാണിച്ചത്? ഉപ്പ് സോഡ നാരങ്ങ. തോന്നി മാസം വെള്ളത്തിരുന്ന് കാണിച്ചോണം. അല്ലെങ്കിൽ എന്നെ വള്ളത്തെ കൊണ്ടുവരില്ലട്ടോ. പിന്നെ ആശാനെ, ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഒരു ബ്രോക്കർ സ്റ്റീരിയോ എന്നെ പെണ്ണ് കാണോ എന്ന് പറഞ്ഞ് കൊണ്ടുപോകാന്ന് പറയും. എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ദിവസം ഈ ബ്രോക്കർ ഇല്ലാത്തപ്പോ ഞാൻ പോയി പെണ്ണിനെ കാണാൻ ചെന്നപ്പോ അവിടെ മൊത്തം ആള്. അയ്യോ, ഞാനും അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പൊ ഞാൻ ചെന്ന് പെണ്ണ് ചോദിച്ചു. അന്തസ്സല്ലേ പെണ്ണ് ചോദിച്ചു. എല്ലാരും ഭയങ്കര ചിരി. അന്നാ പെണ്ണിന്റെ കല്യാണ ഉറപ്പായിരുന്നു. സത്യം പറയില്ല ആശാൻ, ഈ മസാല ദോശയിലൂടെ ചോദിക്കാതെ കയറി ചെന്നിട്ട് തിരിച്ചു പറഞ്ഞു വിടുന്ന ഉഴുന്നുകൂടെ ഇല്ലേ, അതിന്റെ അവസ്ഥയായി പോയി. ഇളിപ്പനായി പോയി. കഷ്ടം തന്നെ. പിന്നെ പിടി വീഡിയോടെ വീഡിയോ എടുത്താം. ബീഡി 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 എവിടെ എവിടെയെങ്കിലും കാണും. അതിന്റെ ലൈറ്റർ ലൈറ്റർ ഒരു മിനിറ്റ്. ലൈറ്റർ ഇന്നലെ നിന്റെ കയ്യിൽ ഇരുന്നത് എന്റെ ലൈറ്റർ. ലൈറ്റർ വീഡിയോ അടിച്ചോണ്ടിരിക്കാം. അപ്പൊ മീന് കിട്ടും. ലൈറ്റർ ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. ഇനിയും ഞാൻ ലൈറ്ററിന് വേണ്ടി കാത്തിരിക്കണോ? ബുദ്ധിമുട്ടാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. നിങ്ങളൊരു വലിയ മനുഷ്യനാണ്. ആ സത്യം എന്നോട് കൂടി അങ്ങ് മണ്ണടിയട്ടെ. ഒരു കാര്യത്തിൽ ഉപകാരമില്ലല്ലോടാ. ഒരു ദിവസമെങ്കിലും ഒരു മീനെങ്കിലും പിടിച്ചു. ഒരു മീൻ ഞാൻ പിടിക്കും. വലിയ മീൻ. ഏത് മീൻ? കൊമ്മസ്രാവ്. നാട്ടിലെല്ലാരും കൊണ്ട് നാട്ടുകാരെല്ലാരും കാണിക്കുകയും ചെയ്യും. നാട്ടിലെ കൊണ്ട് കാണിക്കാൻ പറ്റും, പക്ഷെ നിന്നെ കാണിക്കാൻ പറ്റൂല. കൊമ്പസ്രാവ് വിഴുങ്ങും. ഒരു മാനത്തേണെങ്കിലും പിടിച്ച് കാണിയിര്. നിനക്ക് കൊമ്പസ്രാവിനെ പിടിക്കാൻ പോവാം. എല്ലാം കുരുങ്ങിയാ? ഇല്ല ഇല്ല. പിന്നെ വല്ലാത്തൊരു വിഷം. മോളെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ്. അവക്കും ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ട്. നിനക്കിടയ്ക്ക് ഓപ്പറേഷൻ ഉണ്ടെന്ന് പറയാൻ കേട്ടല്ലോ. ഉണ്ടായിരുന്നു. കല്ലിന്റെ ഓപ്പറേഷൻ. അത് ഞാൻ ചോദിച്ചോ പറഞ്ഞു ഓപ്പറേഷൻ ഉള്ള സ്ഥലം പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോ ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ അവിടെ ഇരുന്നു. അവിടെ ആണെങ്കിൽ എഴുത്തുകുത്തും ഫയലും ഒപ്പും ഒരു ബഹളവും. അത് ഓപ്പറേഷൻ അല്ല, കോർപ്പറേഷൻ. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടിയ കാര്യം ഞാൻ അറിഞ്ഞു. അത് വേറെ ഒന്നുമല്ല, ഞാൻ തപ്പിപ്പിടിച്ച് ആശുപത്രി പോയി. അപ്പൊ എന്നെ ഓപ്പറേഷന് കിടത്തിയിട്ട് നഴ്സ് ഒന്ന് പറയുവാ, ഇത് കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്ന എന്ത് ഇത്ര പേടിയാണ്, ഇതൊരു ചെറിയ ഓപ്പറേഷൻ അല്ലേ, ആദ്യമായിട്ട് ആയോണ്ട് തോന്നുന്നതാന്ന്. എടാ നിന്നെ സമാധാനിപ്പിച്ചതാണ്. എന്റെ അടുത്തല്ല, ഡോക്ടറിന്റെ അടുത്താണ് പറഞ്ഞത്. ഞാൻ ഇറങ്ങി ഓടിയത്. ഓടണം എല്ലാം കുരുങ്ങിയാടേ. ഇല്ല ഇല്ല ഒന്നുമില്ല. നോക്ക് നോക്ക് പെട്ടെന്ന് പോവേണ്ടാണ്. എത്രയായി കാണുമോ? അമ്പിളിക്കൂട്ടാ, ഒരു കാര്യം ചെയ്യ്. മീന് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. നീ വെള്ളത്തിന്റെ സൈഡിൽ പിടിച്ചിട്ടേ വെള്ളത്തിൽ കിടന്ന് കുളിച്ചോ. ഞാൻ കുളിക്കൂല. എന്നാൽ ഇങ്ങനെ ഞാൻ കുളിച്ചപ്പോ എന്റെ ചന്തിയിൽ സ്രാവ് ഒന്ന് കടിച്ചു തന്നു. പിന്നെ പേടിയാ. എന്നാലും കടലമ്മ എന്റെ അമ്മയാണ് ആശാന്. കടലമ്മ എന്റെ ദൈവമാണ് ആശാന്. കേട്ടാ വിളിക്കണ കേട്ടാ, വീണ്ടും ചന്തയിൽ സ്രാവിനെ കൊണ്ട് കടിപ്പിക്കാനാ. അവിടെ സമയം പോ, എന്തെങ്കിലും ഒരു പാട്ട് പാടാ. പാട്ട് പാടാ. ഞാൻ തന്നെ തുടങ്ങിത്തരാം. ആരും തുറക്കാത്ത
പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു. നിന്റെ ഏകാന്തമാ അടി. മൂകാശ്രുതാരയിൽ ആഹാ. എന്റെ എന്തെങ്കിലും കാണും. കാണും കാണും എന്റെ റമ്പിളിക്കുട്ട കരയിലുള്ള എല്ലാ ജീവികളും കടലിലും ഉണ്ട്. ആഹാ. കേട്ടിട്ടില്ലേ? കാക്ക കടൽ കാക്ക, ആ. ആമ കടലാമ, ആന കടലാന, സിംഹം അതില്ല, പിന്നെ നായ നീർനായ, അങ്ങനെ ഒരുപാട് ജീവികളുണ്ട്. എല്ലാ ജീവികളും ഉണ്ട്. അങ്ങനെ ഒരുപാട് ജീവികളുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രമില്ല. എന്ത്? അമ്പളിക്കുട്ടൻ പേര് ഞാൻ ഇട്ടേനാ. ഇതൊന്ന്. കടൽ മണ്ടൻ. ആയ്. അർദ്ധരാത്രി 2 മണിയായി. നമ്മള് പോവാറായി. എന്നാ ഞാനിവിടെ ഇറങ്ങുവാ. എന്തിന്? എന്റെ കുഞ്ഞമ്മേരെ വീട് പൂവാറാണ്. ആ പോവാറല്ല, പോളെ കിടന്നു തുഴഞ്ഞു പോവാന്ന്. 8 മിനിറ്റ് ഇവിടെ കിടന്ന് തുഴയില്ലേ? എന്നാ പിന്നെ ക്ലൈമാക്സിനോട്ട് തൊഴയും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് മീൻ പിടിച്ചതിന് മുമ്പ് ഇവിടുത്തെ ഉപ്പ് വെള്ളം കോരിക്കളയാൻ. എടാ അതിനകത്തുള്ള ആ തടിയും ആ ഇരുമ്പൊക്കെ എല്ലാം തുരുമ്പെടുക്കില്ലടാ. അതാണാ അത് ദ്രവിച്ചു പോകുന്നു. കോരിക്കളേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ? ഇപ്പൊ റെഡിയാക്കി തരാം. ഇതിനല്ലേ ഞാൻ ടെക്നിക്ക് ഞാൻ ഒരു കാര്യം അറിഞ്ഞു ചെയ്യില്ല. എന്താ ഞാൻ പറഞ്ഞു തരണം. റെഡി. ആ വെള്ളം പോകുന്നു. എന്താ കാണിച്ചത്? വെള്ളത്തിൽ ഓട്ടേട്ടാ. എടാ അതിനകത്ത് വെള്ളം കയറലടാ. അതാണാ പ്രശ്നം. ഓ. ഞാൻ പിടിച്ചോ, അടുത്ത പണിയുണ്ടല്ലോ. എന്തെങ്കിലും കാണിച്ചു വെച്ചോളൂ. വീണ്ടും ഒരു ഓട്ടേറ്റ് വെച്ചാ കേറി വെള്ളം പോണ്ടേ? ഒരു ജോലി ഇല്ലാത്ത ഞാനല്ല ജോലി എന്നത്. എന്റെ ഉപജീവന മാർഗം കൂടെ ഇല്ലാതാക്കി ദ്രോഹി. ഞാൻ എന്തോന്ന് പറയട്ടെ? ഇനി എന്ത് വെച്ച് ജീവിക്കും? എനിക്ക് ജീവിക്കാറുണ്ട്. എന്താന്ന്? പശുവുമ്പ എനക്ക് അതേ പറഞ്ഞിട്ടുള്ളൂ. ചാവുന്നതിന് മുന്നേ ദൈവമേ, സ്രാവ് കടിച്ചില്ലെങ്കിൽ നേരെ വീട്ടിലെത്താം. ചാടി നീന്തട വേണമെങ്കിൽ. Comedy.